ഹായ് ഫ്രണ്ട്സ്, ദിസ് ഇസ് ലക്ഷ്മി. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സുഖം തന്നെയല്ലേ? ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയമായിട്ടാണ്. നമ്മുടെ വീട് ക്ലീനിങ്ങിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത്. പലരുടെ ആഗ്രഹമാണ് നമ്മളുടെ വീട് നല്ല ഭംഗിയായിട്ട് അടുക്കി പെറുക്കി നല്ല വൃത്തിയായിട്ട് തുടച്ച് അങ്ങനെ ക്ലീനാക്കി വയ്ക്കുക എന്നുള്ളത്. പക്ഷെ നമ്മളിൽ എത്ര പേർക്ക് അങ്ങനെ ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റും? പലപ്പോഴും ഒരു അതിഥിയൊക്കെ പെട്ടെന്ന് വന്ന് കയറുമ്പോൾ നമ്മൾ വീട്ടിലുള്ള സോഫയിൽ കിടക്കുന്ന കുറേ തുണികൾ അല്ലെങ്കിൽ തറയിൽ കിടക്കുന്ന കുറേ കളിപ്പാട്ടങ്ങൾ, കുറേ സാധനങ്ങൾ ഇതെല്ലാം കൂടെ വാരി പെറുക്കി എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് പതുക്കി വെച്ചിട്ടൊക്കെ ആയിരിക്കും കതവ് തുറക്കുകയൊക്കെ ചെയ്യുന്നത്. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന രീതിയിലൊന്നും നമുക്ക് നല്ല രീതിയിൽ വീട് ക്ലീൻ ചെയ്യാൻ പറ്റാറില്ല. ആഗ്രഹം ഇല്ലാത്തത് കൊണ്ടല്ല, പലപ്പോഴും പല പ്രശ്നങ്ങളായിരിക്കും. ചിലർക്ക് ജോലിയുള്ളവരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് വീട് ക്ലീൻ ചെയ്യാൻ പറ്റാത്തവര്, കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് എപ്പോഴും ക്ലീൻ ചെയ്യേണ്ടി വരും. എങ്കിലും അലങ്കോലമായിട്ടായിരിക്കും കിടക്കുന്നത്. നിരന്തരം കുട്ടികൾക്ക് പൊടിയൊന്നും അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ക്ലീനിങ് ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ഒരു ഭംഗിയാൻ വണ്ണം അതിനെ ഓർഗനൈസ് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും നമുക്ക് സാധിക്കാറില്ല. അത് മാത്രമല്ല, എല്ലാ ദിവസവും നമ്മുടെ വീടിന്റെ മുക്കും മൂലയൊക്കെ ക്ലീൻ ചെയ്യുക എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ ചിലരുടെ വീടൊക്കെ വലിയ വീടായിരിക്കും, ചിലത് കുഞ്ഞു വീടായിരിക്കും. അപ്പോൾ രണ്ട് രീതിയിലുള്ള വീടുകളായിരുന്നാലും മനോഹരമാക്കി തീർക്കണമെങ്കിൽ അത് നല്ല വൃത്തിയാൻ വേണം അടുക്കി പിറക്കി തൂത്ത് തുടച്ച് ഇട്ടിരിക്കുമ്പോൾ മാത്രമായിരിക്കും. അപ്പോൾ അതിനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഇപ്പൊ ഞാനിവിടെ എൻ്റെ അനുഭവത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ, എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഇനി ഇതല്ലാതെ നിങ്ങളുടെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയ എന്തെങ്കിലും കാര്യങ്ങളുണ്ട് എങ്കിൽ അതും കൂടെ ഇതിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ. അപ്പോൾ അത് നമ്മളെപ്പോലുള്ള മറ്റു കുറേ വീട്ടമ്മമാർക്ക് വളരെയധികം സഹായകരമാകും. അവർക്കും കൂടെ ഇത് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥി വരികയാണെന്ന് കരുതുക. ആ അതിഥി നമ്മുടെ ഗേറ്റ് കടന്ന് അകത്തേക്ക് കയറുമ്പോൾ തന്നെ ആ വ്യക്തിക്ക് നമ്മുടെ വീടിനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അവിടെ ഏത് രീതിയിലാണ് നമ്മൾ വീടിന്റെ മുൻഭാഗം സൂക്ഷിച്ചിരിക്കുന്നത് കാണുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും ഇവിടെ എത്രത്തോളം ഓർഗനൈസിങ് അകത്തുണ്ടാവുമെന്ന്. അപ്പോൾ സാധാരണ ഈ കുട്ടികളൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ മുൻഭാഗത്തൊക്കെ ഒരുപാട് ചെരുപ്പുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വലിച്ചു വാരി ഇട്ടേക്കും. കുട്ടികളെ മാത്രം കുറ്റം പറയുന്നില്ല, വലിയവരും അത്ര മോശമൊന്നുമല്ല. അവരും ഓരോന്നും ഓരോ സ്ഥലത്തായിട്ടായിരിക്കും ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ചെരുപ്പ് വയ്ക്കാനുള്ള ഒരു സ്റ്റാൻഡ് നമ്മളെ വീട്ടിലുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതിൽ തന്നെ അടുക്കി പെറുക്കി വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അഥവാ നിങ്ങൾക്കത് നേരാൻ വണ്ണം ഉപയോഗിക്കാൻ പറ്റുന്നില്ല എങ്കിൽ അത് ഏതെങ്കിലും ഒരു മൂലയിലേക്ക് ഒതുക്കി സൂക്ഷിക്കേണ്ടതാണ്. ഈ റാക്കിൽ വയ്ക്കാൻ പറഞ്ഞാൽ തന്നെയും പലരും അത് ചെയ്യണമെന്നില്ല. അഥവാ ചെയ്താൽ തന്നെയും അതിൽ തന്നെ ചെളി പുരണ്ടതും അഴുക്ക് പിടിച്ചതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ചെരുപ്പുകൾ ഇങ്ങനെ ഒന്നിനു മുകളിൽ ഒന്നായിട്ട് ഇങ്ങനെ അടുക്കി പുറക്കി വെച്ചേക്കുന്നതാണ്. ഒരു വൃത്തിയും ഉണ്ടാവില്ല ആ റാക്കിൽ വെച്ചിരുന്നാൽ തന്നെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് വീടിന്റെ ഏതെങ്കിലും ഒരു മൂലയിലേക്ക് ഒതുക്കി വെക്കണം. ഫ്രണ്ടില് നമ്മുടെ ഒരു അതിഥി വന്ന് കയറുന്ന ആളിന്റെ ദൃഷ്ടി പെട്ടെന്ന് പെടുന്ന രീതിയിൽ അങ്ങനെ വയ്ക്കരുത്. അത് മാത്രമല്ല, നിങ്ങൾ പുറത്തുനിന്ന് വന്ന് കയറുമ്പോൾ ഒരു ചെരുപ്പ് ഇപ്പൊ ചെളിയുള്ള സ്ഥലത്തോ അല്ലെങ്കിൽ പൊടിയൊക്കെ ഉണ്ടാവുന്ന സ്ഥലത്തൊക്കെ ഇട്ടുകൊണ്ട് പോയതാണെങ്കിൽ അപ്പോഴും തന്നെ അതൊന്ന് ക്ലീൻ ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് കൂടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇത്തരത്തില് പിന്നെ നിങ്ങൾ എവിടേക്കെങ്കിലും പോകാൻ പോകുമ്പോഴത്തേക്ക് ഈ ചെരുപ്പുകൾ മനോഹരമായിട്ടിരിക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. ഇനി ഇതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. നമ്മുടെ വീട്ടിന്റെ മുന്നിൽ ചിലപ്പോൾ ഒരു ചവിട്ടി ഇട്ടേക്കും. ചില ആൾക്കാരുടെ വീട്ടിൽ ആ വീട് വെക്കുന്ന സമയത്ത് ഇട്ട ചവിട്ടിയായിരിക്കും. അത് അപ്പോഴും മുതലേ നരച്ച് ഉരച്ച് അങ്ങനെ കിടക്കുകയാണ്. അതിൽ തന്നെയാണ് എപ്പോഴും കയറുന്നത് ഇറങ്ങുന്നത് എല്ലാം ചെയ്യുന്നതെങ്കിലും അതൊന്ന് മാറ്റാനോ അതൊന്ന് ക്ലീൻ ചെയ്യാനോ പോലും മുതിരാറില്ല. അതിൽ ചിലപ്പോൾ പൊടിയും അഴുക്കും മുടിയും എല്ലാം ഒക്കെ പിടിച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമ്മളെ ഒരു അതിഥിയെ ക്ഷണിക്കുന്നത് നമ്മുടെ വീടിന്റെ മുൻഭാഗത്തൂടെയാണ്. അപ്പോൾ അവരെ കാണുമ്പോൾ ഈ ഒരു ചവിട്ടി കാണുമ്പോൾ തന്നെ ഒരു വല്ലായ്മ തോന്നും. അത് മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു 2-3 ചവിട്ടി വാങ്ങിച്ചു വെച്ചോളൂ. ഒരാഴ്ചയിൽ ഒരെണ്ണമെങ്കിലും മാറ്റാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോ ഈ ഭാഗം ക്ലീൻ ആയിട്ടിരിക്കും. അത് മാത്രമല്ല, നിങ്ങൾ ക്ലീൻ ചെയ്ത് വരുന്ന സമയത്ത് ഈ ചവിട്ടിയും കൂടെ ഒന്ന് വൃത്തിയാകാൻ കൂടെ ശ്രദ്ധിക്കുക. അതിനായിട്ട് നമ്മുടെ വീടിന്റെ പുറം ഭാഗത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പടിയുടെ അവിടെ കയറുന്ന ഭാഗത്ത് ഒരു റബ്ബർ കൊണ്ടുള്ള ചവിട്ടി ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ചെരുപ്പിലൊക്കെ ഉള്ള പൊടിയും മറ്റുമൊക്കെ അവിടെ ചവിട്ടി തുടച്ചിട്ട് നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റും. അകത്ത് കയറുന്ന ഭാഗത്തായിട്ട് ഒരു തുണി കൊണ്ടുള്ള ചവിട്ടി ഇടാം. അപ്പോൾ കാലിൽ വല്ല നനവോ പൊടിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ തുടച്ചിട്ട് അകത്തേക്ക് കയറാൻ പറ്റും. എന്നിട്ട് എൻട്രൻസിന്റെ അവിടെ ഒരു ചെറിയ ചവിട്ടിയും കൂടി ഇട്ടേക്കുക. അപ്പോൾ അഥവാ എക്സ്ട്രാ എന്തെങ്കിലും പൊടി ഉണ്ടെങ്കിൽ അതിൽ
പോകുന്നതായിരിക്കും. അപ്പൊ ഉള്ളിലേക്ക് അങ്ങനെ പൊടിയും അഴുക്കുമായിട്ട് ചവിട്ടി കയറാതിരിക്കാൻ വേണ്ടിയിട്ട് അത് പറ്റുന്നതായിരിക്കും. ഇനി നമ്മുടെ വീടിന്റെ ഉമ്മറത്ത് തന്നെ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ദൃശ്യം എന്ന് പറയുന്നത് ഈ പത്രവും മാഗസീൻസും എല്ലാം വരും. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ വന്ന പാടെ ചിലര് വായിക്കണമെന്ന് തന്നെ ഇല്ല, ഒരു ചടങ്ങെന്ന രീതിയിൽ പത്രം വരുത്തുന്നവർ വരെ ഉണ്ട്. അവർക്ക് ഫ്രണ്ടിൽ ഒരു പത്രം ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അവരെ ഇതുപോലെ നിറച്ച് വെച്ചേക്കും. ഈ പത്രങ്ങളൊന്നും എടുത്ത് അടുക്കി പറക്കി വയ്ക്കാൻ പോലും ശ്രദ്ധിക്കത്തില്ല. പോരാത്തതിന് ഒരുപാട് മാസികകൾ വരുത്തും. അതുമല്ല ഇതുപോലെ സോഫയുടെ അടിയിലും അങ്ങനെ ഇങ്ങനെ ചെതറി കിടക്കും. കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ പിന്നെ പറയണ്ട, അത് വലിയ ചീറി അവിടെ ഇവിടെയൊക്കെ ഇട്ടിരിക്കുന്നതും കാണാം. ഇതുപോലെ തന്നെ ഒരുപാട് വിവാഹ ക്ഷണക്കത്തുകൾ നമ്മുടെ വീട്ടിൽ വരും. അവരുടെ കല്യാണം കഴിഞ്ഞ് കുട്ടിക്ക് ചിലപ്പോൾ കല്യാണം കഴിപ്പിക്കാനുള്ള പ്രായമായിട്ടുണ്ടെങ്കിൽ പോലും ഈ കല്യാണ ലെറ്ററുകളൊന്നും എടുത്ത് മാറ്റാറ് പോലുമില്ല. അത് ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പല പല നോട്ടീസുകളും മറ്റുമൊക്കെ വരും, ഇതൊന്നും എടുത്ത് മാറ്റാറില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് എടുത്ത് മാറ്റി അവിടെ ഒന്ന് അടുക്കി പറക്കി വെക്കുമ്പോൾ തന്നെ നമുക്ക് വളരെയധികം ഒരു മനോഹാരിത അവിടെ ഫീൽ ചെയ്യുന്നതായിരിക്കും. പിന്നെ കാണുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലരുടെയൊക്കെ വീടുകളിൽ ഈ ഹാങ്ങിങ് പോട്ടുകൾ വാങ്ങിച്ചിടുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ ചിലർ വളരെ നന്നായിട്ട് മനോഹരമായിട്ട് തന്നെ ഹാങ്ങിങ് പോട്ടുകൾ സൂക്ഷിക്കാറുണ്ട്. അതിൽ നല്ല മനോഹരമായിട്ടുള്ള ചെടികളും ഒക്കെ വളർത്താറുണ്ട്. എന്നാൽ ചിലരിത് ആരെങ്കിലുമൊക്കെ ചെയ്തിരിക്കുന്ന കണ്ടിട്ട് ഒരു കൗതുകത്തിന് വാങ്ങിച്ച് തൂക്കുന്നതായിരിക്കും. കുറച്ച് നാൾ കഴിയുമ്പോൾ അതിലിരുന്ന ചെടിയും പോവും, അതിൽ പിന്നെ ഒന്നും കാണത്തുമില്ല. പിന്നെ ജലന്തി വിലയൊക്കെ പിടിച്ച് അതൊരു എന്തോ ഒരു ഇതിന്റെ സ്മാരകം പോലെ അവിടെ കിടക്കുന്നത് കാണാം. അപ്പൊ അങ്ങനെയുള്ള നിങ്ങൾക്ക് പരിചരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഇത്തരം സാധനങ്ങൾ മാക്സിമം വാങ്ങിച്ച് ഉപയോഗിക്കാതിരിക്കുക. അത്രയും ഭാഗമെങ്കിലും വൃത്തികേടാവാതെ സൂക്ഷിക്കാൻ പറ്റും. പിന്നെ ഇതുപോലെ തന്നെ ഫ്രണ്ടില് ഈ കർട്ടനും മറ്റുമൊക്കെ ഇടുന്നവരുണ്ട്. ഈ ബാംബു കർട്ടൻസ് ഒക്കെ നമുക്ക് പലരും വീടുകളിൽ വന്ന് ചോദിക്കാറുണ്ടല്ലോ, നമ്മുടെ വീട്ടില് കർട്ടൻ ഇടണോന്നൊക്കെ ഓപ്പൺ ആയിട്ടുള്ള സിറ്റ് ഔട്ട് ഉള്ളവർക്കൊക്കെ ഇത് ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ പലരും ഇത് വാങ്ങിച്ച് ഒരു കൗതുകത്തിന് അതും വാങ്ങിച്ച് കർട്ടനായിട്ട് ഇടാറുണ്ട്. ഇത് ആ ഇട്ട സമയത്തെ കിടക്കുന്നതായിരിക്കും. അതൊന്ന് ക്ലീൻ ചെയ്യുകയോ അതൊന്ന് തട്ടി മാറ്റുകയോ അതിൽ എന്തൊക്കെ ജീവികളുണ്ടോ എന്നുള്ളതിന് ഒരു ഐഡിയ ഇല്ല. പോരാത്തതിന് ഈ ബാംബൂസ് ഒക്കെ ആകുമ്പോഴത്തേക്കും മഴയും വെയിലും ഒക്കെ കൊണ്ടിട്ട് അതിലൊരു സൈസ് പൂപ്പലുണ്ടാവും. അതും നമ്മുടെ ശരീരത്തിനും കേടാണ്. പക്ഷെ അതും ശ്രദ്ധിക്കാറില്ല. അപ്പൊ ഇത്തരത്തിലൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ അത് മാക്സിമം ക്ലീൻ ചെയ്ത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി നമ്മൾ വീടിനുള്ളിലേക്ക് കിടക്കുമ്പോൾ പലരുടെ വീടുകളിലും വലിയ വലിയ സോഫകളൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക. അതിൽ മിക്കവാറും പല പല സാധനങ്ങൾ, ചിലപ്പോൾ തുണികളായിരിക്കും, ചിലപ്പം കുറെ പേപ്പറും മറ്റുമൊക്കെ ആയിരിക്കും. ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇട്ടേക്കുന്നതാണ്. നമ്മൾ ഈ ആരെങ്കിലും വരുമ്പോഴായിരിക്കും വലിച്ചു വാരി അതിനെ എടുത്തോണ്ട് ഓടുന്നതൊക്കെ. ഇനി ചിലരൊക്കെ TV കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ കുറയ്ക്കുന്ന സ്വഭാവമുള്ളവർ ചിപ്സും മറ്റുമൊക്കെ ഇതിൽ വന്നിരുന്ന് എടുത്ത് കഴിക്കും. അത് കഴിഞ്ഞിട്ട് അതിന്റെ ബാക്കി സാധനങ്ങളൊക്കെ ഇതിന്റെ ഇടയിലൊക്കെ ഇങ്ങനെ തങ്ങിക്കും. അത് പിന്നെ ഉറുമ്പ് വന്ന് കയറി ചിലപ്പോൾ അതിൽ തുളയൊക്കെ ഇട്ട് ആ സോഫ നശിക്കാൻ അത് ഇടയാകും. അപ്പൊ അങ്ങനെ വല്ലതൊക്കെ ചെയ്യുകയാണെങ്കിൽ മാക്സിമം വളരെ ശ്രദ്ധയോടുകൂടി മാത്രം ചെയ്യുക. മാക്സിമം അവിടെ വെച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാതിരിക്കുന്നതും നല്ലതാണ്. പിന്നെ നമ്മൾ ദിവസം ഒന്ന് തട്ടിക്കുടഞ്ഞ് അതൊന്ന് മാറ്റുന്നത് നല്ലതാണ്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ആ സോഫയുടെ പുറത്തുള്ള കവർ ഒന്ന് മാറ്റി ക്ലീൻ ചെയ്ത് ഉപയോഗിക്കുന്നതും നമ്മുടെ സോഫ പെട്ടെന്ന് കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ജനലുകളിലും മറ്റുമൊക്കെ കർട്ടൻ ഇട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് എല്ലാ ദിവസവും നമുക്കത് ക്ലീൻ ചെയ്യുക എന്നുള്ളത് നടക്കുന്ന കാര്യമല്ല. എങ്കിലും നമ്മൾ ചൂലിടുന്ന സമയത്ത് തന്നെ ഇതിലുള്ള പൊടിയൊക്കെ ഒന്ന് തട്ടിക്കളയാം. ഈ വേട്ടാളനൊക്കെ പോലുള്ളതുണ്ടെങ്കിൽ അങ്ങനെയുള്ള ജീവികളൊക്കെ ഇതിൽ വന്ന് കൂട് കെട്ടിയിരിപ്പുണ്ടാവും. അപ്പോൾ അത്തരം ജീവികളൊക്കെ നമ്മുടെ വീട് മാക്സിമം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന കുറച്ച് ജീവികളാണ്. അപ്പൊ അവരുടെ ശല്യം ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ വല്ലതുമൊക്കെ ഈ കർട്ടനിലും ഒക്കെ വന്നിരിക്കാറുണ്ട്. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് നമ്മൾ ദിവസം ഒന്ന് ഓടിച്ച് അതിനെ ഒന്ന് ക്ലീൻ ചെയ്ത് പോവുകയാണെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഒന്ന് നശിപ്പിക്കാൻ പറ്റും. അപ്പോൾ അതൊന്ന് ക്ലീൻ ആക്കി ഇടുക വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ്. പിന്നെ എല്ലാ ദിവസവും പറ്റുമെങ്കിൽ ഈ കർട്ടനൊക്കെ ഒന്ന് മാറ്റിയിട്ടിട്ട് ഈ ജനൽപാളികളൊന്ന് തുറന്ന് ഇടുന്നത് ഒരുപാട് നല്ല ഫ്രഷ് എയർ വീടിനുള്ളിലേക്ക് വരാൻ വേണ്ടിയിട്ട് വളരെയധികം സഹായകരമാണ്. അതുപോലെ സൂര്യപ്രകാശം ഉള്ളിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. ഇത് ഒരുപാട് ഈ ജേംസ് ഒക്കെ വരുന്നതൊക്കെ തടയാൻ വേണ്ടിയിട്ട് വളരെ ഉപയോഗപ്രദമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരും ഇത് പറയാറുള്ളൊരു കാര്യമാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്ത ഒരു സാധനം പിന്നെ കാണത്തില്ല. എടുത്ത സാധനം എടുത്ത് വയ്ക്കാത്തത് കൊണ്ട് ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണിത്. ഓരോ സാധനങ്ങളും വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പ്രത്യേക സ്ഥലം കൊടുക്കണം. അല്ല എങ്കിൽ എന്ത് സംഭവിക്കും? പല വീടുകളിലുള്ളതാണ്. ചിലപ്പോൾ കീ ചെയിൻ എവിടെയെങ്കിലും കൊണ്ടുവന്നിടും, പേഴ്സ് എവിടെയെങ്കിലും ആയിരിക്കും, ചില ബുക്കുകളും മറ്റുമൊക്കെ വെച്ചിരിക്കുന്നത് പിന്നീട് കാണില്ല. പല സാധനങ്ങളും ഒരു സ്ഥലത്ത് നമ്മൾ വച്ചിരുന്നു, അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് നോക്കുമ്പോഴത്തേക്കും കാണുന്നില്ല.
ഇതിന് പ്രധാന കാരണം എന്താണ്? നമ്മൾ ആ സാധനം വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക സ്ഥലം കൊടുക്കുന്നില്ല എന്നാണ്. ചില ആൾക്കാരൊക്കെ വലിയ കബോർഡുകളും ഒരുപാട് അറകളൊക്കെ ഉള്ള അലമാരകളും മറ്റുമൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ സാധനങ്ങൾ ഓർഗനൈസ് ആയിട്ടായിരിക്കില്ല വയ്ക്കുന്നത്. അപ്പൊ ഇന്ന സാധനം ഇന്ന സ്ഥലത്ത് ഇരിക്കുന്നു എന്ന് വ്യക്തമായിട്ട് ഒരു ധാരണ ഉണ്ടായിരിക്കില്ല. ഇതിനായിട്ട് എല്ലാ കബോർഡും തുറന്ന് നോക്കേണ്ട ഒരവസ്ഥയായിരിക്കും. ഒരു അത്യാവശ്യ കാര്യത്തിന് ഇറങ്ങി പോകുമ്പോഴായിരിക്കും ഇത്തരം കാര്യങ്ങൾ നമ്മൾ ബുദ്ധിമുട്ടായിട്ട് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം, വലിയ വീടോ ചെറിയ വീടോ അതൊന്നും ഒരു പ്രശ്നമല്ല. നമ്മൾ എടുക്കുന്ന സാധനം, നമ്മൾ ഉപയോഗിക്കുന്ന സാധനം ഒരു പ്രത്യേക സ്ഥലത്തിൽ വയ്ക്കുന്നുവെങ്കിൽ ആ സ്ഥലത്ത് തന്നെ തിരിച്ചത് നമ്മൾ ഉപയോഗശേഷം അവിടെ തന്നെ തിരിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതിപ്പോൾ കുട്ടികളായിരുന്നാലും ശരി തന്നെ, മുതിർന്നവരായാലും ശരി തന്നെ, രണ്ടുപേരും ആ ഒരു കാര്യത്തിന് ഒരു ചിട്ട വയ്ക്കുകയാണെങ്കിൽ വീട്ടിൽ എനിക്ക് തോന്നുന്നു അലങ്കോലപ്പെടുന്നതിൻ്റെ ഒരു മെജോറിറ്റി പ്രശ്നവും ഒഴിവാക്കാൻ പറ്റും. പിന്നെ പല വീടുകളിലുള്ള പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഡൈനിങ് ടേബിൾ ഉണ്ടായിരിക്കും. അവിടെ ചിലപ്പോൾ കഴിച്ച പാത്രങ്ങൾ കഴിച്ചു കഴിഞ്ഞിട്ട് അത് കൊണ്ടുവന്ന് സിങ്കിലിടാൻ പോലും ചിലര് മുതിരാറില്ല. അവിടെ തന്നെ അത് വെച്ചിട്ട് പോവും. ചിലപ്പോൾ അതൊക്കെ ഈച്ചയേറി അല്ലെങ്കിൽ ഉറുമ്പൊക്കെ അരിച്ച് അതിങ്ങനെ കിടക്കുന്നത് കാണാം. അത് വളരെയധികം അരോചകമാണ്. ചില വീടുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഈ മത്സ്യവും മാംസമൊക്കെ ഉപയോഗിക്കുന്നവരുടെ വീടാണെങ്കിൽ അവര് ഇതൊക്കെ ആ സ്ഥലത്ത് തന്നെ ഇട്ടിരിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അവർക്ക് തന്നെ അതിന്റെ ദുർഗന്ധം എടുക്കുന്നതായിരിക്കും. അത് പച്ചക്കറികളായാലും ശരി തന്നെ, അതിന് വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടിലുള്ള ഏത് വ്യക്തിയായിരുന്നാലും കുട്ടികളായിരുന്നാലും അവരെ ഒന്ന് പഠിപ്പിക്കുക. നിങ്ങൾ കഴിച്ച പാത്രം തിരിച്ച് സിങ്കിൽ കൊണ്ടുവന്നിട്ട് അപ്പോഴേ തന്നെ അത് ക്ലീൻ ചെയ്ത് അങ്ങ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ബുദ്ധിമുട്ട്, വൃത്തികേടാകുന്ന ഈ ഒരു കാര്യം ഒഴിവാക്കാൻ പറ്റും. അതുപോലെ തന്നെ ചിലർ ഈ പത്രങ്ങളോ അല്ലെങ്കിൽ ബുക്കുകൾ, കുട്ടികളൊക്കെ ആണെങ്കിൽ കളിപ്പാട്ടങ്ങളും ബുക്കും ഒക്കെ കൊണ്ടുവന്ന് ഈ ഡൈനിങ് ടേബിളിൽ ഇങ്ങനെ വലിച്ചിടും. അത് പലപ്പോഴും ശ്രദ്ധിക്കാറ് പോലുമില്ല. അപ്പോൾ അതെല്ലാം ഒന്ന് അടുക്കും ചിട്ടയോടെ വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ ഡൈനിങ് ടേബിൾ മനോഹരമായിട്ട് സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മൾ ഒരു വീടിന്റെ അടുക്കളയിലേക്ക് കടക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ആ വീട്ടിലുള്ള ആൾക്കാരുടെ ആരോഗ്യപരമായിട്ടുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ചില വീടുകളിലൊക്കെ ഒരു കോർപ്പറേഷന്റെ ചവറ്റുകൂന പോലെ ആയിരിക്കും കിടക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ഇപ്പൊ കറിക്കരിഞ്ഞതിന്റെയും അല്ലെങ്കിൽ ഉള്ളി അങ്ങനെയുള്ള സാധനങ്ങളുടെയൊക്കെ വേസ്റ്റുകളൊക്കെ ഒരു സൈഡിൽ അങ്ങനെ ഇട്ടേക്കും. മത്സ്യവും മറ്റുമൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അത് ചിലപ്പോൾ ക്ലീൻ ചെയ്യാതെ അതൊരു സൈഡിൽ കാണും. പല സാധനങ്ങളും അവിടെ ഇവിടെ ആയിട്ടൊക്കെ കിടക്കും. പലതുമൊക്കെ കടിച്ചത് പഴകിയ സാധനങ്ങളും ഒക്കെ ഒരു മൂലയിലൊക്കെ കൂട്ടി വെച്ചേക്കും. ഇങ്ങനെ കുറെ സാധനങ്ങളുമായിട്ട് ഒരു വല്ലാത്ത അവിടുന്ന് ഇവിടുന്നൊക്കെ ദുർഗന്ധം വരുന്ന രീതിയിലൊക്കെ ആയിരിക്കും ചിലർ സൂക്ഷിക്കുന്നത്. പലപ്പോഴും നമ്മൾ ഈ ഹോട്ടലുകളിലും മറ്റുമൊക്കെ അടുക്കള കാണിച്ച് ആ ഹോട്ടൽ സീൽ ചെയ്തു എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ അതിനെ കുറ്റം പറയുന്ന ആൾക്കാർ അവരുടെ അടുക്കളയിലേക്ക് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവും എവിടെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ മോശമായിട്ട് ചെയ്യുന്നുണ്ട് എന്ന്. അവിടെ സീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതിങ്ങനെ തുടർന്ന് പൊക്കോണ്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ അല്ലാത്ത ഒരുപാട് വീടുകളുണ്ട്. ഇപ്പൊ നന്നായിട്ട് അടുക്കി പെറുക്കി വെച്ചിട്ടുള്ള നല്ല വൃത്തിയുള്ള നല്ല അടുക്കളകൾ ഒരുപാട് പേർക്കുണ്ട്. അവര് നന്നായിട്ട് സൂക്ഷിക്കുന്നുമുണ്ട്. എന്നാൽ ഇതൊന്നും അല്ലാത്ത ചിലപ്പോൾ ചില വീടുകളുടെ അടുക്കളകൾ കണ്ടു കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടേത് എത്രയോ ബെറ്റർ ആണെന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലുള്ള കിച്ചൺ സിങ്കും അതിന്റെ പരിസര പ്രദേശങ്ങളും എല്ലാം നന്നായിട്ട് വൃത്തിയായിട്ട് തുടച്ച് സൂക്ഷിക്കണം. 2 പ്രാവശ്യമെങ്കിലും, ഒരു ദിവസം 2 പ്രാവശ്യമെങ്കിലും കുറഞ്ഞത് അവിടെ ഒന്ന് ക്ലീൻ ചെയ്യുക. കാര്യം നമ്മൾ എപ്പോഴും ഈ ഉപയോഗിക്കുന്ന പാത്രങ്ങളും മറ്റുമൊക്കെ വന്നിട്ട് അവിടെ എപ്പോഴും ഒന്ന് വൃത്തിഹീനമാവാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഈ പാത്രങ്ങൾ കഴുകി മാറ്റുന്നതിനോടൊപ്പം തന്നെ ആ ഭാഗങ്ങളും കൂടെ തുടച്ച് വൃത്തിയാക്കുകയാണെങ്കിൽ മാക്സിമം അവിടെ അഴുക്കൊന്നും വരാതിരിക്കും. അതുപോലെ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില വീടുകളിലൊക്കെ ലിക്വിഡ് ആയിട്ടുള്ള ഡിഷ് വാഷ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്, ചിലർ സോപ്പ് ബാർ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ രണ്ടായിരുന്നാലും ശരി തന്നെ ഈ ഏതെങ്കിലുമൊക്കെ കറിയുള്ള പാത്രങ്ങളിലും മറ്റുമൊക്കെ മുക്കിയിട്ട് നമ്മൾ ഈ സ്ക്രബ് തിരിച്ച് വീണ്ടും ഇതിനുള്ളിലേക്ക് മുക്കി കഴിയുമ്പോൾ ഇത് രണ്ടും കൂടെ ചേർന്ന് മിക്സ് ചെയ്ത് ഒരു വല്ലാത്ത ദുർഗന്ധം ഉണ്ടാവും. അപ്പോൾ മാക്സിമം നമ്മൾ അങ്ങനെയുള്ള പാത്രങ്ങൾ കഴുകുമ്പോൾ സെപ്പറേറ്റ് ആയിട്ട് കഴുകാൻ വേണ്ടി ശ്രദ്ധിക്കുക. സാധാരണ ഉള്ള പാത്രങ്ങൾ സെപ്പറേറ്റ് കഴുകിയെടുക്കുക. ഈ കറിയും മറ്റുമൊക്കെ പുരണ്ട ഇപ്പോൾ നോൺ വെജ് ഒക്കെ കഴിക്കുന്നവർക്കാണെങ്കിൽ അത് മനസ്സിലാവുന്നുണ്ടായിരിക്കും. അതെല്ലാം മുക്കിയിട്ട് ആ സ്ക്രബ് വീണ്ടും നമ്മൾ ഈ ഇതിൽ മുക്കിയെടുക്കുകയാണെങ്കിൽ അത് നമുക്ക് പിന്നെ ക്ലീൻ ചെയ്യാനും പറ്റില്ല. അത് അവിടെ ഇരുന്ന് ഒരു വല്ലാത്ത ദുർഗന്ധം ഉണ്ടാക്കും. അത് അവിടെ സ്ഥിരമായിട്ട് നിൽക്കുന്നവർക്ക് മനസ്സിലാവില്ല. പക്ഷെ പുറത്തു നിന്ന് ഒരാൾ വരികയാണെങ്കിൽ അവർക്കിത് വല്ലാത്ത ഒരു അസഹനീയമായിട്ടുള്ള ഒരു ദുർഗന്ധമായിട്ട് അത് ഫീൽ ചെയ്യും. അപ്പോൾ അത് മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ ഒരു കാര്യം ചെയ്യുമ്പോൾ മാക്സിമം ശ്രദ്ധിക്കുക.
അത് മാത്രമല്ല, ഈ സ്ക്രബ്ബറുകൾ യൂസ് ചെയ്യുമ്പോൾ ചില സ്ക്രബ്ബറുകൾ പെട്ടെന്ന് കേടായി പോകാറുണ്ട്. ആ മാസത്തിൽ 2 സ്ക്രബ്ബറെങ്കിലും മാറ്റുന്നത് നല്ലതാണ്. അതുപോലെ ഇപ്പൊ നിങ്ങൾ ലിക്വിഡ് ഡിഷ് വാഷ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് നമുക്ക് അത്യാവശ്യത്തിന് എത്ര പാത്രത്തിന് ഇത്ര വേണമെന്ന് അറിയാമല്ലോ, അത്ര മാത്രം ഉപയോഗിക്കുക. അതിനുശേഷം ആ പാത്രം കഴുകി വയ്ക്കുകയാണെങ്കിൽ ഈ ദുർഗന്ധം ഉണ്ടാവില്ല. പിന്നെ സോപ്പ് ബാറുകളാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 10 രൂപയുടെയൊക്കെ സോപ്പ് ബാറുകൾ കിട്ടും. വലിയ പെട്ടി വാങ്ങിക്കണമെന്നില്ല, അതിന്റെ ചെറിയ പീസുകളായിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ ഒരുപാട് നാൾ ഇതിങ്ങനെ നനഞ്ഞിരുന്ന് പ്രശ്നം ഉണ്ടാവില്ല. വലിയ അതിന്റെ ബോക്സ് ഉള്ള ഒരെണ്ണം വാങ്ങിച്ചിട്ട് അതിലേക്ക് ഇത് മാറ്റി മാറ്റി ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ അതും ഇത് പെട്ടെന്ന് ചീത്തായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതും എന്നാൽ ശ്രദ്ധിക്കാതെ പോകുന്നതായിട്ടുള്ളൊരു സ്ഥലമാണ് നമ്മുടെ റെഫ്രിജറേറ്റർ. അതിനുള്ളില് വയ്ക്കാത്തൊരു സാധനവും ഇല്ല. ആ വീട്ടിലുള്ള സകല സാധനവും ഇതിനുള്ളിൽ കാണും എന്നുള്ളതാണ്. ഇപ്പോൾ ഒരാഴ്ചക്ക് മുമ്പുള്ള സാധനങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതും ചിലപ്പോൾ ഇതിനുള്ളിൽ നിന്ന് കിട്ടും. പണ്ടൊക്കെ വീടുകളിൽ ഈ പഴയ സാധനങ്ങൾ വയ്ക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചു വെച്ചിരിക്കുന്ന ഒരു സംഭവമായിട്ടാണ് ഈ റെഫ്രിജറേറ്ററിനെ കണക്കാക്കിയിരുന്നത് തന്നെ കേട്ടോ. അപ്പൊ അത് നമ്മുടെ ശരീരത്തിനും കേടാണ്. അത് മാത്രമല്ല, ഇങ്ങനെ വച്ചിരിക്കുമ്പോൾ അതിൽ പൂപ്പലും മറ്റുമൊക്കെ ബാധിക്കാൻ ഇടയാവും. അങ്ങനെയുള്ള സാധനങ്ങൾ മാക്സിമം ഇതിൽ നിന്ന് ഒഴിവാക്കുക. അത് മാത്രമല്ല, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മുടെ ഫ്രിഡ്ജൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അതിനുള്ളിലെ സാധനങ്ങളൊക്കെ പുറത്തെടുത്ത് മാറ്റി അതൊന്ന് ക്ലീൻ ചെയ്ത് ഉപയോഗിക്കേണ്ടത് പ്രത്യേകം നമ്മുടെ ഹെൽത്തിനും അത് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ കിച്ചണിൽ ശ്രദ്ധിക്കേണ്ട ഒരു സ്ഥലം എന്ന് പറയുന്നതാണ് നമ്മുടെ സ്റ്റവ് ഇരിക്കുന്ന ഭാഗവും അല്ലെങ്കിൽ അടുപ്പ് ഇരിക്കുന്ന ഭാഗവും ഒക്കെ ചിലപ്പോൾ പാലും മറ്റുമൊക്കെ തിളച്ച് തൂവാറുണ്ട്. കഞ്ഞി വയ്ക്കുന്നതിൻ്റെ അതിൻ്റെ വെള്ളവും മറ്റുമൊക്കെ തിളച്ച് തൂവി അത് നിറഞ്ഞു കിടക്കും. ചിലര് ഈ പാചകം ചെയ്ത് പോകുന്നു എന്നല്ലാണ്ട് ആ ഭാഗം ഒന്നും ക്ലീൻ ചെയ്യാൻ പോലും ശ്രദ്ധിക്കാറില്ല. ഇതിനടിയിൽ തന്നെ പല കറി വെക്കുന്നതിൻ്റെയൊക്കെ ബാലൻസ് വരുന്ന പല സാധനങ്ങളൊക്കെ തെറിച്ച് ഇതിനടിയിലൊക്കെ വീണ് കിടക്കുന്നത് കാണാം. അതൊന്നും ഒന്ന് തുടച്ച് മാറ്റാനോ ഒന്ന് ക്ലീൻ ചെയ്യാനോ പലരും ശ്രദ്ധിക്കാറില്ല. ആ ഭാഗം വളരെയധികം ക്ലീൻ ചെയ്ത് വെക്കേണ്ടതാണ്. അപ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എല്ലാ ദിവസവും രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നായിട്ട് ഈ സ്റ്റൗവിന്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം മോർണിംഗിൽ വരുമ്പോൾ തന്നെ നമുക്ക് ഈ കിച്ചൺ കാണുമ്പോൾ ഒരു സന്തോഷം ഫീൽ ചെയ്യുന്നതായിരിക്കും. നമ്മൾ അല്ലാണ്ട് ഇതെല്ലാം അവിടെ ഇവിടെ ഡംപ് ചെയ്ത് ഈ വൃത്തിഹീനമായി കിടക്കുന്ന സ്റ്റൗവൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു ബുദ്ധിമുട്ട് തോന്നില്ലേ? അപ്പൊ അത് ഒഴിവാക്കുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ കബോർഡുകളിലും മറ്റുമൊക്കെ നമ്മൾ ഒരുപാട് പാത്രങ്ങളും മറ്റുമൊക്കെ വാങ്ങിച്ചു വെച്ചിരിക്കും. ഇതൊക്കെ ചിലപ്പോൾ പാലുകാച്ചിനും മറ്റുമൊക്കെ ഗിഫ്റ്റ് കിട്ടിയതാവാം, അല്ലാതെ നമ്മളെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചുകൊണ്ട് വരുന്നതായിരിക്കും. ചിലപ്പോൾ ഒരു അതിഥി വരും എന്ന പ്രതീക്ഷയോടെ അത് വെച്ചിരിക്കുന്നതും ആവാം. നമ്മളൊന്നും അത് യൂസ് ചെയ്യാറും ഇല്ലായിരിക്കും. ഇതിൽ വരുന്ന ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കുറച്ച് കഴിയുമ്പോൾ ഇതിനടിയിൽ പല്ലി, അതുപോലെ തന്നെ വലിയ ഉറുമ്പുകൾ അല്ലെങ്കിൽ ചെറിയ ഉറുമ്പുകൾ ഇതൊക്കെ വന്ന് കൂട് കൂട്ടിയിട്ട് അതെല്ലാം അതിൻ്റെ അകം മുഴുവൻ നശിപ്പിക്കും. അപ്പോൾ നമ്മളിത് ഉപയോഗിക്കുന്നതോ ഉപയോഗിക്കാത്തതോ പ്രശ്നമല്ല. നമ്മൾ ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും ഇതൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ട് ആ ഭാഗമൊക്കെ ജസ്റ്റ് ഒന്ന് പൊടിയടിച്ച് മാറ്റി വയ്ക്കുകയാണെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ കറി പൗഡറും മറ്റുമൊക്കെ കബോർഡിൽ ഒരു പ്രത്യേക സ്ഥലത്തേക്ക് മാറ്റി വെക്കുകയാണെങ്കിൽ കുക്കിങ്ങിനായിട്ട് പോകുമ്പോൾ കടുക് എടുത്തിട്ട് മല്ലി മുളകൊക്കെ എവിടെയെന്ന് അന്വേഷിച്ച് പോകേണ്ട ആവശ്യം വരില്ല. അപ്പോൾ ഇത് നമുക്ക് കയ്യെത്തും ദൂരത്ത് തന്നെ നമുക്ക് അവൈലബിൾ ആയിരിക്കും. അത് നിങ്ങളുടെ സൗകര്യാർത്ഥം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടേക്ക് അത് സെറ്റ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഉപയോഗിക്കുന്ന തുണികളുടെ കാര്യം. പലരും മഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഈ തുണികളെല്ലാം കഴുകിയെടുത്തിട്ട് എവിടെയെങ്കിലുമൊക്കെ ഇട്ട് ഉണക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ അകത്ത് തന്നെ ജനാലയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ കയറൊക്കെ കെട്ടിയിട്ട് അവിടെ അയയിലോ അങ്ങനെയൊക്കെ ഇട്ടിട്ട് ഉണക്കിയെടുക്കുക. ചിലരെ ഈ സ്റ്റെയറിലൊക്കെ ഇട്ട് ഉണക്കിയെടുക്കാറുണ്ട്. അപ്പോൾ അതെല്ലാവർക്കും അങ്ങനെയൊക്കെ സാധാരണ പറ്റാറുള്ളൂ. അല്ലാതെ നമ്മൾ ചിലപ്പോൾ ഈ ഡംപ് ചെയ്ത് ഒരു കസേരയിലോ മറ്റോ ഒക്കെ എല്ലാം കൂടെ എടുത്ത് ഇട്ടിരുന്നു കഴിഞ്ഞാൽ അതിങ്ങനെ കുമിഞ്ഞുകൂടി കിടന്നിട്ട് ചിലപ്പോൾ പൂപ്പലും മറ്റുമൊക്കെ ഉണ്ടാകാറുണ്ട്. അത്തരം തുണികൾ പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ശരീരത്തിനും കേടാണ്. അത് മാത്രമല്ല, ഇത് മടക്കി അലമാരയിൽ വെക്കുകയാണെങ്കിൽ മറ്റു തുണികളിലേക്കും ഇതിൻ്റെ പൂപ്പലൊക്കെ ബാധിക്കും. അത് ആ അലമാരയെ കൂടി നശിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സൈഡിൽ എവിടെയെങ്കിലും നിങ്ങളുടെ ഈ തുണികൾ ഉണക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കുക. 2 ഷീറ്റൊക്കെ ഇട്ടിട്ട് കുറച്ച് സ്പേസ് ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ മഴക്കാലം ആകുമ്പോഴത്തേക്കും നമുക്ക് തുണി ഉണക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതായിരിക്കും. നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം അതിനെ മടക്കി അലമാരയിൽ സൂക്ഷിക്കും. അതാവുമ്പോൾ നമുക്ക് ആ തുണികളും കേടാവാതിരിക്കും, അതുപോലെ തന്നെ അലമാരയും നന്നായിട്ട് വയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ ചിലരുടെ വീട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള കലണ്ടറുകൾ തന്നെ കാണാൻ പറ്റും. അപ്പോൾ കലണ്ടറുകൾ ഒന്നിനു മുകളിൽ ഒന്നായിട്ട് ഇങ്ങനെ ഇട്ടേക്കായിരിക്കും. ഇതൊന്നും എടുത്ത് മാറ്റത്ത് പോലും ഇല്ല. അപ്പോൾ
ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഒരു ക്ലോക്ക് വെച്ച് കഴിഞ്ഞാൽ ആ ക്ലോക്ക് ഒന്ന് ജസ്റ്റ് ഇളക്കി മാറ്റിയെന്ന് പോലെ നോക്കില്ല, അതിൻ്റെ അകത്ത് ചിലപ്പോൾ പല്ലിയോ മറ്റോ ഒക്കെ കൂട് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഇടയ്ക്കൊക്കെ ഒന്ന് തട്ടി വൃത്തിയാക്കുന്നത് കുറച്ച് നല്ലതായിരിക്കും. പിന്നെ നമ്മുടെ വീട്ടിൽ ഒരു അതിഥി വരികയാണെങ്കിൽ മിക്കവാറും നമ്മുടെ വീട്ടിലുള്ള ടോയ്ലറ്റ് ഉപയോഗിക്കേണ്ടി വരുന്നതായിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് വൃത്തിയായിട്ടും ദുർഗന്ധം ഇല്ലാതെയും സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അതിപ്പം നമ്മൾ മാത്രം, അതിപ്പോ ഒരു അതിഥി വന്നില്ല എങ്കിൽ തന്നെയും നമ്മുടെ വീട്ടില് അതൊന്ന് ക്ലീൻ ചെയ്തിട്ടില്ല എങ്കിൽ ഒരുപാട് രോഗങ്ങൾ അതിൽ നിന്ന് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും നമ്മുടെ ടോയ്ലറ്റിലെ ക്ലോസറ്റും പരിസരവും എല്ലാം തന്നെ ഒന്ന് വൃത്തിയായി സൂക്ഷിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. പഴകിയ കെമിക്കൽസും മറ്റുമൊക്കെ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട് കൂടെ ശ്രദ്ധിക്കുക. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെയാണ് നമ്മുടെ വീട്ടില് നമ്മൾ കോമൺ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇതെല്ലാം ഒന്ന് ശ്രദ്ധിച്ചു പോവുകയാണെങ്കിൽ നമ്മളെ വീട് നമുക്ക് മനോഹരമാക്കി വയ്ക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പൊ ഇതിൽ ഞാൻ വിട്ടുപോയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പൊ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ അത് ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി താല്പര്യപ്പെടുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ നിങ്ങളുടെ സ്വന്തം RJ ലക്ഷ്മി. ടാറ്റാ.